ഹായ് ഫ്രണ്ട്സ്, റിവിഷൻ ടോക്കിൻ്റെ മറ്റൊരു മൊഡ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. +1 അക്കൗണ്ടിങ്ങിൽ സബ്ഡിവിഷൻ ഓഫ് ജേണലിൻ്റെ രണ്ടാം ഭാഗത്തിൽ പർച്ചേസസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക് എന്നിവയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സബ്ഡിവിഷൻ ഓഫ് ജേണലിൻ്റെ ഒന്നാം ഭാഗത്തിൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക് തുടങ്ങിയവ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. റിവിഷൻ ടോക്ക് വീഡിയോസ് നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമ്മൾ ഇന്നത്തെ സബ്ഡിവിഷൻ ഓഫ് ജേണലിൻ്റെ രണ്ടാമത്തെ ഭാഗം പർച്ചേസസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്കിലേക്ക് കടക്കുകയാണ്. ആദ്യമായി പർച്ചേസസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പർച്ചേസസ് ഡേ ബുക്ക്? എന്തിനു വേണ്ടിയാണ് പർച്ചേസസ് ഡേ ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? പർച്ചേസസ് ഡേ ബുക്കിൻ്റെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? പർച്ചേസസ് ഡേ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സോഴ്സ് ഡോക്യുമെൻ്റ് ഏതാണ്? തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കതിൻ്റെ ഫോർമാറ്റിലേക്ക് പോവാം. ദ പർച്ചേസസ് ഡേ ബുക്ക് ഈസ് ഓൾസോ കോൾഡ് പർച്ചേസസ് ഡേ ബുക്ക്, പർച്ചേസസ് ജേണൽ, ബോട്ട് ബുക്ക്, ബോട്ട് ഡേ ബുക്ക് ഓർ ഇൻവോയ്സ് ബുക്ക്. അപ്പോൾ പല പേരുകളിലാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് അല്ലേ. ദ പർച്ചേസസ് ബുക്ക് ഈസ് ഓൾസോ കോൾഡ് പർച്ചേസസ് ഡേ ബുക്ക് എന്ന് നമുക്ക് പറയാം, പർച്ചേസസ് ജേണൽ എന്ന് പറയാം, ദെൻ ബോട്ട് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ബോട്ട് ഡേ ബുക്ക് എന്ന് പറയാം, ഇൻവോയ്സ് ബുക്ക് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളിലാണ് നമ്മൾ പർച്ചേസസ് ഡേ ബുക്കിനെ അറിയപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിതൊരു പർച്ചേസസ് ഡേ ബുക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മീൻ ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് രണ്ടാമത്തെ പോയിന്റ്. ഈ ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ അവിടെ ഈ ക്രെഡിറ്റ് എന്നുള്ള ടേമിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യില്ല. അടുത്ത പോയിന്റിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് കനോട്ട് ബി റെക്കോർഡഡ് ഇൻ ദിസ് ബുക്ക്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് നമ്മളിവിടെ എഴുതാൻ പാടില്ല. പർച്ചേസസ് ബുക്കിൽ ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എഴുതാൻ പാടില്ല. വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണം. അതുവേ ചിലപ്പം പർച്ചേസസ് ബുക്ക് ചെയ്യാനുള്ള പ്രോബ്ലത്തിൽ ക്യാഷ് പർച്ചേസ് തന്നാൽ അതവിടെ എടുക്കാൻ പാടില്ല. ആ ക്യാഷ് പർച്ചേസ് പിന്നെ എവിടെയാണ് എടുക്കേണ്ടത്? അത് ക്യാഷ് ബുക്കിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ വളരെ വ്യക്തത ഉണ്ടാവണമെന്ന് നമ്മളൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നാലാമത്തെ പോയിന്റ് നോക്കൂ, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസെറ്റ്സ്. കണ്ടോ? അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഈ പോയിന്റ് ഞാൻ അത് ഫോക്കസ് ചെയ്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. കണ്ടോ? ഈ ഗുഡ്സ് എന്ന് പറയുന്നതിനും പ്രാധാന്യമുണ്ട്. ഇവിടെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞതിനും പ്രാധാന്യമുണ്ട്, ഗുഡ്സ് എന്ന് പറഞ്ഞതിനും പ്രാധാന്യമുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഗുഡ്സും പർച്ചേസ് ചെയ്തത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അസറ്റ് പർച്ചേസ് ചെയ്താൽ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് കനോട്ട് ബി റെക്കോർഡഡ് ഇൻ ദിസ് ബുക്ക് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് ഉണ്ടായാൽ അതെവിടെയാണ് റെക്കോർഡ് ചെയ്യുക? അത് നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുക അല്ലേ. ജേണൽ പ്രോപ്പർ നമ്മൾ പർച്ചേസസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ജേണൽ പ്രോപ്പർ പറയണം. ഇതിലൊന്നും എഴുതാത്തത് എഴുതുന്ന ജേണൽ പ്രോപ്പർ ഉണ്ട് അല്ലേ. അപ്പം അവിടെയാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് കനോട്ട് ബി റെക്കോർഡഡ് ഇൻ ദിസ് ബുക്ക്. ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ലാത്തത്, അവൻ പർച്ചേസസ് ബുക്ക് ചെയ്യാൻ വേണ്ടി തരുന്ന പ്രോബ്ലങ്ങളിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പാടില്ല. എന്താണ്? അതിൽ ഒന്നാമത്തെ എന്താ? ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എഴുതാൻ പാടില്ല. ഇനി ക്രെഡിറ്റ് പർച്ചേസ് തന്നെയാണെങ്കിൽ പോലും ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റും എഴുതാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എന്താണ് ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെന്റ്? പലപ്പോഴും +1 പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സോഴ്സ് ഡോക്യുമെന്റുകളെ പറ്റി ചോദിക്കാറുണ്ട് അല്ലേ. എന്താണ് അതിൻ്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്? സോഴ്സ് ഡോക്യുമെന്റ് ഈസ് ദ ഇൻവോയ്സ്. ഇപ്പോൾ ഇൻവോയ്സ് ആണ്, പർച്ചേസ് ഇൻവോയ്സ് ആണ്, അല്ലെങ്കിൽ ബിൽ പ്രിപ്പയർഡ് ആൻഡ് ഗിവൺ ബൈ ദി സപ്ലയർ. ബിൽ പ്രിപ്പയർഡ് ആൻഡ് ഗിവൺ ബൈ ദി സപ്ലയർ. നമുക്ക് ബില്ല് പ്രിപ്പയർ ചെയ്തിട്ട് തരുന്ന, നമ്മുടെ സപ്ലയർ നമുക്ക് തരുന്ന ആ ബില്ലുകളാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ് ഇൻവോയ്സോ അല്ലെങ്കിൽ ബിൽസ് പ്രിപ്പയർഡ് ആൻഡ് ഗിവൺ ബൈ സപ്ലയറോ എന്നോ നമുക്കതിന് ആൻസർ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പർച്ചേസസ് ബുക്ക്, നമുക്കിതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് പോകാം അല്ലേ. എങ്ങനെയാണ് നമ്മൾ പർച്ചേസസ് ബുക്ക് വരയ്ക്കേണ്ടത്? ഫോർമാറ്റ് ഓഫ് പർച്ചേസസ് ബുക്ക് നോക്കൂ. എന്തൊക്കെ കോളംസ് ആണുള്ളത്? ഫസ്റ്റ് കോളം ഡേറ്റ് ആണ്,
രണ്ടാമത്തെ കോളം നെയിം ഓഫ് ദി സപ്ലയർ അല്ലേ, നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന, നമ്മൾ ക്രെഡിറ്റിന് സാധനങ്ങൾ വാങ്ങിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ്. ഇപ്പോൾ ABC കമ്പനിയിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇവിടെ നെയിം ഓഫ് ദി സപ്ലയർ എന്നുള്ള കോളത്തിൽ നമ്മൾ ABC കമ്പനി എന്നാണ് എഴുതേണ്ടത്. XYZ കമ്പനിയിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് നെയിം ഓഫ് ദി സപ്ലയർ എന്നുള്ള കോളത്തിൽ XYZ കമ്പനി എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ലെഡ്ജർ ഫോളിയോ കോളം നമുക്കറിയാം, ലെഡ്ജർ ഫോളിയോ കോളം. ദെൻ എമൗണ്ട് അല്ലേ, എമൗണ്ട് എത്ര രൂപയാണ് എന്നുള്ളത് നമുക്കിവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എഴുതുന്ന അല്ലേ, അവസാനം നമ്മളിത് ടോട്ടൽ ചെയ്യും. ഇവിടെ കിട്ടിയിട്ടുള്ള എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ, അതിൻ്റെ ടോട്ടൽ ആയിട്ട് നമ്മൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. പർച്ചേസ് ഡേ ബുക്കിൻ്റെ അല്ലെങ്കിൽ പർച്ചേസസ് ബുക്കിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ സെയിൽസ് ഡേ ബുക്കിലേക്ക് പോവുകയാണ് അല്ലേ. എന്താണ് സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്? ദിസ് സ്പെഷ്യൽ ജേണൽ ഈസ് മീൻ ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ അതും വളരെ വളരെ വ്യക്തമാണ്. ക്രെഡിറ്റ് സെയിൽസ് ആണ്, ഗുഡ്സ് ആണ് അല്ലേ. ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് നന്നായി മനസ്സിലാക്കുക. ഇതിൻ്റെ ഡോക്യുമെന്റ് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റൈറ്റിംഗ് ദ സെയിൽസ് ഡേ ബുക്ക് ഈസ് ഇൻവോയ്സ്, സെയിൽസ് ഇൻവോയ്സ് എന്നാണ് നമ്മൾ പറയാം. അല്ലെങ്കിൽ ബിൽസ് ഇഷ്യൂഡ് ബൈ ദ ഫേം ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് അല്ലേ. നമ്മൾ ബിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. ആർക്ക്? നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്ത ബില്ലായിരിക്കും ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെയിൽസ് ഡേ ബുക്കിൻ്റെ ഫോർമാറ്റ് നമുക്ക് പോകാവുന്നതാണ്. നോക്കാം നമുക്ക് സെയിൽസ് ഡേ ബുക്കിൻ്റെ ഫോർമാറ്റ് എന്താണ് അല്ലെങ്കിൽ സെയിൽസ് ബുക്കിൻ്റെ ഫോർമാറ്റ് എന്താണ്? ഡേറ്റ് കോളം, ഇവിടെ നെയിം ഓഫ് ദി കസ്റ്റമർ എന്നാണ്. നേരത്തെ നമ്മൾ എഴുതിയ സമയത്ത് നെയിം ഓഫ് ദി സപ്ലയർ ആയിരുന്നെങ്കിൽ ഇവിടെ എഴുതേണ്ടത് നെയിം ഓഫ് ദി കസ്റ്റമർ എന്നാണ്. ഇൻവോയ്സ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ദെൻ എമൗണ്ട് എത്രയാണെന്നുള്ളത് എഴുതുക. ഏറ്റവും അവസാനം നമുക്ക് അതിൻ്റെ ടോട്ടൽ എന്ത് ചെയ്യാവുന്നതാണ്? ഇവിടെ കൂട്ടിയിടാവുന്നതാണ് അല്ലേ. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട്, ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അടുത്ത ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൂന്നാമത്തെ ബുക്ക് എന്ന് പറയുന്നത്, സബ്സിഡറി ബുക്ക് എന്ന് പറയുന്നത് പർച്ചേസസ് റിട്ടേൺസ് ബുക്കാണ് അല്ലേ. പർച്ചേസ് റിട്ടേൺസ് ബുക്കിന് നമ്മൾ എന്തെന്നോട് പറയാറുണ്ട്? റിട്ടേൺസ് ഔട്ട്വേർഡ് ബുക്ക് എന്നോട് പറയാറുണ്ട് അല്ലേ. റിട്ടേൺസ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസസ് റിട്ടേൺസ് ആണ്. അപ്പോൾ പർച്ചേസസ് റിട്ടേൺസ് ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് റിട്ടേൺസ് ഔട്ട്വേർഡ് ബുക്ക് അല്ലേ. എന്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് മേ സോ ഹാപ്പൻ ദാറ്റ് the trader may have occasion to return goods to the seller അല്ലേ. ചിലപ്പോൾ നമുക്ക് ട്രേഡർക്ക് ചില സന്ദർഭങ്ങൾ ഉണ്ടാവും അല്ലേ. എന്താണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവും? ടു റിട്ടേൺ ഗുഡ്സ് ടു ദ സെല്ലർ. സെല്ലർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ്സ് റിട്ടേൺ ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ദ റീസൺ മേ ബി, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം? ദ റീസൺ മേ ബി ദാറ്റ് ദ ഗുഡ്സ് ആർ നോട്ട് അക്കോർഡിംഗ് ടു ദ സാമ്പിൾ. ചിലപ്പോൾ നമ്മൾ ഗുഡ്സ് നമ്മൾ ഉദ്ദേശിച്ച സാമ്പിൾ പ്രകാരമാവണമെന്നില്ല. ഓർ ദ ഗുഡ്സ് റിസീവ്ഡ് ആർ ഡാമേജ്ഡ്. ചിലപ്പോൾ നമ്മൾ ഗുഡ്സ് റിസീവ്ഡ് എന്തായിട്ടുണ്ടാവാം? ഡാമേജ്ഡ് ആയിട്ടുണ്ടാവാം. ട്രാൻസിറ്റിലൊക്കെ തന്നെ അത് ട്രാൻസ്പോർട്ടേഷൻ അത് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ തന്നെ വല്ല കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ടാവാം. ചില സമയങ്ങളിൽ സിമിലർലി ട്രേഡർ മേ ആൾസോ ക്ലെയിം അലവൻസ്. ചിലപ്പം ട്രേഡർ എന്ത് ചെയ്യാറുണ്ട്? മേ ആൾസോ ക്ലെയിം ചെയ്യാറുണ്ട്, അലവൻസ് ക്ലെയിം ചെയ്യാറുണ്ട്. എപ്പോഴാണ് അലവൻസ് ക്ലെയിം ചെയ്യുക? ഫ്രം ഹിസ് സപ്ലയർ. അയാളുടെ സപ്ലയറിൽ നിന്ന് അലവൻസ് ക്ലെയിം ചെയ്യുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ചിലപ്പം ബ്രേക്കേജ് ഉണ്ടായാൽ, ഷോർട്ടേജ് ഉണ്ടായി, നമ്മൾ ഗുഡ്സ് അയച്ചു കൊടുത്തതിൽ ഷോർട്ടേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സമയത്ത് നമുക്കത് ആ സാധനം കേടുവന്നു പോയില്ലേ, അത് ചിലപ്പോൾ ഇനി റിട്ടേൺ ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് അലവൻസ് ക്ലെയിംഡ് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസസ് റിട്ടേൺസ് അല്ലെങ്കിൽ അലവൻസ് ക്ലെയിംഡ്, നമ്മളിതിങ്ങനെ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ പർച്ചേസസ് റിട്ടേൺസ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ തിരിച്ചയക്കുകയാണ്, അവിടെ പർച്ചേസസ് റിട്ടേൺ ആണ്. ഇവിടെ ബ്രേക്കേജോ ഷോർട്ടേജോ ഒക്കെ ഉണ്ടായി, ഷോർട്ടേജ് ഉണ്ടായാൽ പിന്നെ തിരിച്ചയക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഷോർട്ടേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അലവൻസ് ക്ലെയിംഡ് എന്നുള്ള ഒരു പ്രയോഗമാണ്. അലവൻസ് ക്ലെയിം ചെയ്യാമെന്നാണ് നമ്മളതിന് പറയുക. അപ്പോൾ പർച്ചേസസ് റിട്ടേൺസ് ഓർ അലവൻസ് ക്ലെയിംഡ് എന്നിങ്ങനെ തുടർന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല കുട്ടികളും ഇങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് അലവൻസ് ക്ലെയിംഡ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് വ്യക്തമാക്കിയത്. ഓൾ സച്ച് ഗുഡ്സ് റിട്ടേൺസ് ടു ദ സപ്ലയേഴ്സ് ആൻഡ് ഫോർ അലവൻസ് ക്ലെയിംഡ്. കണ്ടോ, ഓൾ സച്ച് ഗുഡ്സ് റിട്ടേൺ ടു ദ സപ്ലയർ, അതിൻ്റെ കൂടെ തന്നെ കൂടി പറഞ്ഞ കണ്ടോ, ഓർ ഫോർ അലവൻസ് ക്ലെയിംഡ് ദേ ഷുഡ് ബി റെക്കോർഡഡ് ഇൻ എ സെപ്പറേറ്റ് ബുക്ക് കാൾഡ് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പർച്ചേസ് റിട്ടേൺസ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് നോട്ടാണ്. നോക്കൂ, ഡെബിറ്റ് നോട്ട്, സോഴ്സ് ഡോക്യുമെന്റ് ഈസ് ദ ഡെബിറ്റ് നോട്ട്. എന്താണ് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദി ബയർ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ബയറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബയർ ഓഫ് ദ ഗുഡ്സ് ത്രൂ വിച്ച് ഹി ഇൻറ്റിമേറ്റ്സ് ദ സെല്ലർ. ഇതിലൂടെ സെല്ലറെ ബയർ ഇൻറ്റിമേറ്റ് ചെയ്യാണ്. എന്താണ് ഇൻറ്റിമേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഹിസ് അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ് ഫോർ ദ ഗുഡ്സ് റിട്ടേൺഡ് അല്ലേ. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്കത്. ഈ ഇൻറ്റിമേറ്റ്സ് ദ സെല്ലർ ദാറ്റ് ഹിസ് അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ് ഫോർ ദ ഗുഡ്സ് റിട്ടേൺഡ്.
നിങ്ങൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നതിന് കണക്കാക്കിയും കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇൻറ്റിമേഷനാണ് ഇത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അയാളുടെ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ കാരണം, അയാളുടെ അക്കൗണ്ടിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്തിരുന്നു, ക്രെഡിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേണൽ എൻട്രി എന്താ എഴുതുക, പർച്ചേസസ് അക്കൗണ്ട് അറ്റ് അല്ലേ. ഒന്ന് ഓർത്ത് നോക്കൂ, പർച്ചേസസ് അക്കൗണ്ട് അറ്റ് ടു നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ആരിൽ നിന്നാണോ അത് പർച്ചേസ് ചെയ്തത് അല്ലേ ഇല്ലേ. അപ്പോൾ ക്രെഡിറ്റിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മൾ ഇത്. ഇപ്പോൾ ABC കമ്പനി, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ABC കമ്പനി. അപ്പോൾ ABC കമ്പനി ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ABC കമ്പനിയെ ഈ പർച്ചേസസ് റിട്ടേൺസ് ഉണ്ടാവുന്ന നേരം എത്ര എമൗണ്ട് ആണോ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണോ അലവൻസ് ക്ലെയിം ചെയ്യുന്നത്, അത്രയും രൂപക്ക് അയാളുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു എന്നുള്ള വിവരം അയാളെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന നോട്ടിനെയാണ് അല്ലേ. അപ്പോൾ അയാളുടെ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന നോട്ടായതുകൊണ്ടാണ് അതിന് ഡെബിറ്റ് നോട്ട്. ആ രീതിയിൽ പഠിച്ചാൽ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ് ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ ദി ബയർ. ബയറാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓഫ് ദ ഗുഡ്സ്, ബയർ ഓഫ് ദ ഗുഡ്സ്, ത്രൂ വിച്ച് അതിലൂടെ ഹി ഇൻറ്റിമേറ്റ് ദ സെല്ലർ, സെല്ലറെ ഇൻറ്റിമേറ്റ് ചെയ്യാണ്. എന്താണ് ഇൻറ്റിമേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഹിസ് അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ് ഫോർ ദ ഗുഡ്സ് റിട്ടേൺ അല്ലേ. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ഫോർ ദ ഗുഡ്സ് റിട്ടേൺസ് ഓർ അലവൻസ് ക്ലെയിംഡ് അല്ലേ. ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അലവൻസ് ക്ലെയിം ചെയ്യുന്നതിന് പകരമായി അത്രയും എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അദ്ദേഹത്തെ അറിയിക്കുന്ന ഒരു നോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റ് നോട്ടാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഫോർമാറ്റിലേക്ക് പോവാം. പർച്ചേസസ് റിട്ടേൺസ് ബുക്കിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡേറ്റ്, അവിടെ നെയിം ഓഫ് ദി സപ്ലയർ തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഡെബിറ്റ് നോട്ട് നമ്പർ ആണ് കാണിക്കുക അല്ലേ. ഇവിടെ നമ്മുടെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് നോട്ട് ആയതുകൊണ്ട് ഡെബിറ്റ് നോട്ട് നമ്പർ ആണ് കാണിക്കുക. ദെൻ ലെഡ്ജർ ഫോളിയോ എമൗണ്ട് ടോട്ടൽ ചെയ്യുന്നു. ഇതിന്റെ ടോട്ടൽ നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. കോളംസ് ഒക്കെ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് സെയിൽസ് റിട്ടേൺസ് ബുക്കാണ്. സെയിൽസ് റിട്ടേൺസ് ബുക്ക് ഓർ റിട്ടേൺസ് ഇൻവേർഡ് ബുക്ക് അല്ലേ. അപ്പോൾ നേരത്തെ പർച്ചേസസ് റിട്ടേൺസിനെ റിട്ടേൺസ് ഔട്ട്വേർഡ് ബുക്ക് എന്ന് പറഞ്ഞതുപോലെ സെയിൽസ് റിട്ടേൺസിനെ നമുക്ക് റിട്ടേൺസ് ഇൻവേർഡ് ബുക്ക് എന്നും കൂടെ പറയാവുന്നതാണ്. നമുക്കിതിൽ ഓരോ പോയിന്റിലേക്ക് പോവാം. ഗുഡ്സ് സോൾഡ് ടു കസ്റ്റമർ may be returned by them or allowance may be claimed for damaged goods അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയാനുള്ളത്. ഗുഡ്സ് സോൾഡ് ടു കസ്റ്റമർ, നമ്മൾ കസ്റ്റമർക്ക് ഗുഡ്സ് സോൾഡ് വിറ്റ് കഴിഞ്ഞാൽ മേ ബി റിട്ടേൺഡ് ബൈ ദം, അവരിൽ നിന്ന് ചിലപ്പോൾ ആ സാധനം എന്ത് ചെയ്യാൻ തിരിച്ചു വരാം. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അലവൻസ് മേ ബി ക്ലെയിംഡ് ഫോർ ദ ഡാമേജ്ഡ് ഗുഡ്സ്, അലവൻസ് ക്ലെയിം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം. എങ്ങനെ ഉണ്ടായാൽ, ഡാമേജ്ഡ് ഗുഡ്സ് ഉണ്ടായാൽ. ഫോർ റെക്കോർഡിംഗ് ഓൾ സച്ച് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഫോർ റെക്കോർഡിംഗ് ഓൾ സച്ച് ഗുഡ്സ് received from customers and allowance granted to customer, a separate book known as sales returns books or returned inward book is kept. കണ്ടോ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന ബുക്കിന്റെ പേരാണ് എന്താണ്, സെയിൽസ് റിട്ടേൺസ് ബുക്ക് അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേർഡ് ബുക്ക്. അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്താ പറയുക, സോഴ്സ് ഡോക്യുമെന്റിന്റെ പേരാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. നോക്കൂ, എന്താണ് ഡെബിറ്റ് നോട്ട്? ഇറ്റ് ഈസ് എ നോട്ട് ത്രൂ വിച്ച് ദ സെല്ലർ ഇൻഫോംസ് ദ കസ്റ്റമർ. കണ്ടോ, അപ്പോൾ സെല്ലർ ഇൻഫോംസ് ദ കസ്റ്റമർ, കസ്റ്റമർ ഇൻഫോം ചെയ്യാണ്. എന്താണ് ഇൻഫോം ചെയ്യുന്നത്? ദാറ്റ് ഹിസ് അക്കൗണ്ട് ഹാസ് ബീൻ ഗിവൺ ക്രെഡിറ്റ്. നേരത്തെ നമ്മൾ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ അക്കൗണ്ടിന് എന്തായിരുന്നു ചെയ്തിരുന്നത്, ഡെബിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഇൻഫോം ചെയ്യുന്നത് ദാറ്റ് ഹിസ് അക്കൗണ്ട് ഹാസ് ബീൻ ഗിവൺ ക്രെഡിറ്റ് ഫോർ ദ ഗുഡ്സ് റിട്ടേൺഡ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നതിന് കണക്കാക്കി അത്രയും എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓർ അലവൻസ് ടു ബി ഗ്രാൻറ്റഡ് ടു ദം അല്ലേ. അപ്പോൾ ഈ അലവൻസ് എന്നുള്ളത് റിട്ടേൺസ് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പറയുന്നതാണ്. ചില അലവൻസ് ക്ലെയിം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതിന് വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സാമ്പിൾ പറയാവുന്നതാണ്. സെയിൽസിന്റെ ജേണൽ എൻട്രി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താ സെയിൽസിന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ PQRനാണ് ഗുഡ്സ് വിറ്റതെങ്കിൽ PQR അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. അപ്പോൾ PQRന് ഇപ്പോൾ നമ്മൾ ഡെബിറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് ഉണ്ടാകുന്ന സമയത്ത് PQR അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അയാളുടെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. പർച്ചേസസ് റിട്ടേൺസ് ബുക്കിന്റെ ഫോർമാറ്റ് ആണ്. ഫസ്റ്റ് കോളം ഡേറ്റ്, ദെൻ നെയിം ഓഫ് ദി കസ്റ്റമർ. ഇവിടെ ക്രെഡിറ്റ് നോട്ടാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ക്രെഡിറ്റ് നോട്ട് നമ്പർ, ലെഡ്ജർ ഫോളിയോ എമൗണ്ട്. നമുക്ക് ടോട്ടൽ ചെയ്യാവുന്നതാണ്. ടോട്ടൽ എമൗണ്ട് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മളിങ്ങനെ തിയറി പറയുന്നതിനേക്കാൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്താണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രോബ്ലംസ് അത് എക്സാമിന് ചോദിച്ചു പോകും. 2017 മാർച്ചിൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സേതു എ ഡീലർ ഇൻ ബുക്സ് ഹാഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഫോർ ദ മന്ത് ഓഫ് ജൂൺ 2016. Purchased books on credit from Himalaya Publishers, 100 copies of accountancy text for class 11th
അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 150 പെർ ടെക്സ്റ്റ്. അപ്പോൾ 100 കോപ്പീസ് അക്കൗണ്ടൻസി ടെക്സ്റ്റ് ആണ്, അത് +1 അക്കൗണ്ടൻസി ടെക്സ്റ്റ് ആണ്, അതിന് ഒരെണ്ണത്തിന് 150 രൂപയാണ് വില. ദെൻ 80 കോപ്പീസ് ഓഫ് ബിസിനസ് സ്റ്റഡീസ് ടെക്സ്റ്റ് ഫോർ എ ക്ലാസ്, അതും +1 ടെക്സ്റ്റ് തന്നെയാണ്, ബിസിനസ് സ്റ്റഡീസ് ആണ്, ഒരെണ്ണത്തിന് 120 റുപ്പീസ് ആണ്. ഇനി പർച്ചേസ്ഡ് ബുക്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം സാരഥി ബുക്സ് അല്ലേ, സാരഥി ബുക്സിൽ നിന്ന് 90 കോപ്പീസ് ഓഫ് അക്കൗണ്ടൻസി ടെക്സ്റ്റ് for the class 12th at the rate of rupees 180 per text and 75 copies of business studies text for the class 12th at class 12th 12th class ആണ് at the rate of rupees 140 per text. ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, 5% ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ആ ഒരു പോയിന്റും കൂടെ ശ്രദ്ധിക്കുക, റിട്ടേൺഡ് ടു സാരഥി ബുക്സ്. സാരഥി ബുക്കിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ഗുഡ്സ് എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നുണ്ട്. റിട്ടേൺഡ് ടു സാരഥി ബുക്സ് 8 copies of the accountancy text at the rate of rupees 180 and 15 copies of the business studies text for the class 12th at the rate of rupees 140 per text. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ബുക്കാണ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. അതിൻ്റെ താഴെ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റെക്കോർഡ് ദ അബൌട്ട് ട്രാൻസാക്ഷൻസ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ഡേ ബുക്ക്. ഇവിടെ ഏത് ഡേ ബുക്കാണ് ചെയ്യേണ്ടതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല, അത് ശ്രദ്ധിക്കുക. റെക്കോർഡ് ദ അബൌട്ട് ട്രാൻസാക്ഷൻസ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ഡേ ബുക്ക്, ഇവിടെ ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഈ ട്രാൻസാക്ഷൻസ് വായിച്ചാൽ നമുക്കത് ക്ലിയർ ആവും അല്ലേ. ഐഡന്റിഫൈ ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ സി എബവ്. ഇപ്പോൾ ഇതിൽ സി എന്നുള്ളത് നമുക്ക് സി ഇവിടെ എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവും. സി റിട്ടേൺഡ് ടു അല്ലേ, നമ്മൾ ആ റിട്ടേൺസ് കാണിക്കാനുള്ളത് അതിനുപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെന്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പർച്ചേസ്ഡ് ബുക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അല്ലേ, പർച്ചേസ്ഡ് ഫ്രം ഹിമാലയ പബ്ലിഷേഴ്സ്, പർച്ചേസ്ഡ് ഫ്രം സാരഥി ബുക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണിത്, മേലെ തന്നിരിക്കുന്ന എയും ബിയും എന്താണ്, പർച്ചേസ് ആണ്. സി എന്ന് പറയുന്നത് പർച്ചേസസ് റിട്ടേൺസ് ആണ്. അപ്പോൾ പർച്ചേസസ് റിട്ടേൺസ് പിന്നെ എന്താ പറയുക, 2 നമ്മൾ പർച്ചേസസ് ബുക്കിലും 1 നമ്മൾ പർച്ചേസസ് റിട്ടേൺസ് ബുക്കിലും എഴുതേണ്ടതാണ്. എയും ബിയും നമ്മൾ പർച്ചേസസിൽ എഴുതണം, സി എന്ന് പറയുന്നത് പർച്ചേസസ് റിട്ടേൺസ് ബുക്കിൽ എഴുതണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. ഏറ്റവും അവസാനം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും കൂടെ ശ്രദ്ധിക്കുക, ഐഡന്റിഫൈ ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ സി എബോവ്. അപ്പോൾ പർച്ചേസസ് റിട്ടേൺസിന്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഡെബിറ്റ് നോട്ടാണ്. അപ്പോൾ ഡെബിറ്റ് നോട്ട് എന്നുള്ള ആൻസറും കൂടി നമ്മൾ അതിന് എഴുതേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നുള്ളത് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ അതും കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാവും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹിമാലയ പബ്ലിഷേഴ്സിൻ്റെ നിന്ന് നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. ദെൻ ഇൻവോയ്സ് നമ്പർ നമുക്ക് എഴുതാം, നെയിം ഓഫ് ദി സപ്ലയർ, ദെൻ ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം ഹിമാലയ പബ്ലിഷേഴ്സിൽ നിന്ന് 100 കോപ്പി അക്കൗണ്ടൻസി ടെക്സ്റ്റ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റൻ നോക്കാവുന്നതാണ്. 100 കോപ്പീസ് ഓഫ് അക്കൗണ്ടൻസി ടെക്സ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് rupees 150, 80 കോപ്പീസ് ഓഫ് ദി ബിസിനസ് സ്റ്റഡീസ് ടെക്സ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് rupees 120 പെർ ടെക്സ്റ്റ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഹിമാലയ പബ്ലിഷേഴ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കിട്ടും. ഹിമാലയ പബ്ലിഷേഴ്സിന് ട്രേഡ് ഡിസ്കൗണ്ടും തന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കത് ടോട്ടൽ ചെയ്താൽ മതി. 100 കോപ്പീസ് ഓഫ് ദി അക്കൗണ്ടൻസി ടെക്സ്റ്റ് 150 എന്ന് പറയുമ്പോൾ 15,000 അല്ലേ. 80 കോപ്പീസ് ഓഫ് ദി ബിസിനസ് ടെക്സ്റ്റ് ആണ്, 120 പെർ ടെക്സ്റ്റ് ആണ്. അപ്പം 9,600 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. 15,000 + 9,600 24,600. ക്ലിയർ ആയിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു. ദെൻ നമ്മൾ സാരഥി ബുക്സിൽ നിന്ന് നമ്മൾ വീണ്ടും സാധനം പർച്ചേസ് ചെയ്യുന്നു. ദെൻ 90 കോപ്പീസ് ഓഫ് ദി അക്കൗണ്ടൻസി ടെക്സ്റ്റ് ആണ്, 180 പെർ ബുക്കാണ്. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടതാണ്. 90 കോപ്പീസ് ഓഫ് ദി അക്കൗണ്ടൻസി 180, 75 കോപ്പീസ് ഓഫ് ദി ബിസിനസ് സ്റ്റഡീസ് 140. ദെൻ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, അത് 5% ആണ്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കുക, 90 കോപ്പീസ് ഓഫ് ദി അക്കൗണ്ടൻസി ടെക്സ്റ്റ് 180, 75 കോപ്പീസ് ഓഫ് ദി ബിസിനസ് സ്റ്റഡീസ് ടെക്സ്റ്റ് 140. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 90 × 180 16,200, 75 × 140 10,500. രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു 26,700. ട്രേഡ് ഡിസ്കൗണ്ട് 5% അല്ലേ. അപ്പോൾ 26,700 × 5/100 1,335. അത് ഇതൊന്ന് മൈനസ് ചെയ്യുന്നു. 26,700 നിന്നും 1,335 മൈനസ് ചെയ്താൽ 25,365 റുപ്പീസ് എന്ന് കിട്ടുന്നു. ദെൻ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മൾ ആദ്യം വാങ്ങിച്ചത് ഹിമാലയ പബ്ലിഷേഴ്സ് ആണ്, അത് 24,600. പിന്നെ സാരഥി ബുക്സിൽ നിന്നും 25,365. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 49,965. ദിസ് ഈസ് ദ പർച്ചേസ് ബുക്ക്. നമുക്ക് നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ പർച്ചേസസ് റിട്ടേൺസ് ബുക്കിലേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പർച്ചേസസ് റിട്ടേൺസ് സാരഥി ബുക്സ് ആണ് അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാവുന്നതാണ്. റിട്ടേൺസ് ടു സാരഥി ബുക്സ് 8 കോപ്പീസ് ഓഫ് ദി അക്കൗണ്ടൻസി ടെക്സ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ്
rupees 180, 15 copies of the business studies at the rate of rupees 140. അപ്പോൾ ഇത് രണ്ടുമാണ് അവിടെ ചെയ്യാനുള്ളത്. സാരഥി ബുക്സിൽ പർച്ചേസസ് റിട്ടേൺസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. നെയിം ഓഫ് ദി സപ്ലയർ എന്നുള്ളിടത്ത് നമ്മൾ സാരഥി ബുക്സ് കാണിക്കുന്നു. 8 copies of the accountancy textbook 180, then 15 copies of the business studies textbook 140. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ 3540 അല്ലേ. അപ്പോൾ പർച്ചേസസ് ബുക്കും പർച്ചേസസ് റിട്ടേൺസ് ബുക്കും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ, ഡെബിറ്റ് നോട്ട്, അതിൽ 2 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഐഡന്റിഫൈ ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ സി എബോവ് അല്ലേ, ഐഡന്റിഫൈ ദ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ സി എബോവ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ആൻസർ ആണ് ഇവിടെ 2 എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഡെബിറ്റ് നോട്ട് എന്നാണ് നമ്മളതിന് ആൻസർ എഴുതേണ്ടത്. ഡെബിറ്റ് നോട്ട് അല്ലേ. അപ്പോൾ എനിക്ക് ഈ പ്രോബ്ലം നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം അല്ലേ. അങ്ങനെ ഓരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ക്ലിയർ ആവും. എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ എ പ്രോപ്പർ ഡേ ബുക്ക് ഓഫ് ഫർണിച്ചർ ഡീലർ. അപ്പോൾ ഇവിടെ ഫർണിച്ചർ ഡീലറാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇയാളുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഫർണിച്ചർ ഡീലറുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനാണ്. അപ്പം ഇവിടെ നമുക്ക് നേരത്തെ ബുക്സ് ആയിരുന്നു തന്നിരുന്നെങ്കിൽ ഇവിടെ പിന്നെന്താണ് ചെയർ, ബെഞ്ചുകൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അൾമിറ, ദെൻ ഷൂ റാക്ക്, അതേപോലെ ചെയേഴ്സ്, ടേബിൾ, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ട് നോക്കാം. 15th April 2012 sold 5 chairs at the rate of ₹60 each to measures കേരള മാർട്ട്. അപ്പോൾ കേരള മാർട്ടിന് 5 ചെയറുകളാണ് വിൽക്കുന്നത്. ഒരു ചെയറിന് വളരെ ചെറിയ എമൗണ്ട് ആണ്, 60 രൂപയേ ഉള്ളൂ. ദെൻ 16th April 2012 sold 15 benches at the rate of ₹160 each and 10 shelves at the rate of ₹110 each to measures കൊല്ലം ഫർണിച്ചർ മാർട്ട് അല്ലേ. അപ്പോൾ ഇത് കൊല്ലം ഫർണിച്ചർ മാർട്ടാണ്, ഇവിടെ കേരള മാർട്ടാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെയ്യേണ്ടതാണ്. ദെൻ അതിൻ്റെതായ മൂന്നാമതായിട്ട് ഒന്നും കൂടെ തന്നിട്ടുണ്ട്. 17th April 2012 സോൾഡ് 10 അൾമറാണ് അവിടെ വിൽക്കുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് ₹1000. ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് 10%. ദെൻ ഷൂ റാക്ക് വിൽക്കുന്നുണ്ട് 150 ഈച്ച് ആണ്. 25 ചെയേഴ്സ് ഉണ്ട് 200 ഈച്ച് ആണ്. ആൻഡ് 10 ടേബിൾ അറ്റ് ദ റേറ്റ് ഓഫ് ₹400 ഈച്ച് ടു ന്യൂ ഫർണിച്ചർ മാർട്ടിന് വീണ്ടും നമ്മൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്? പിന്നെ സെയിൽസ് ബുക്കിലേക്ക് അല്ലേ. അപ്പോൾ ഇവിടെ എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ പ്രോപ്പർ ഡേ ബുക്ക് എന്നേ ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്താണ് ഡേ ബുക്ക്, ഏതാണ് എഴുതേണ്ടത്? പ്രോപ്പർ ഡേ ബുക്ക് നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ സോൾഡ് എന്ന് നമ്മൾ ധാരാളം പ്രാവശ്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? സെയിൽസ് ബുക്കാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയും കൊണ്ട് സെയിൽസ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അല്ലേ. ഡേറ്റ് ഉണ്ട്, ഇൻവോയ്സ് നമ്പർ ഉണ്ട്, ദെൻ നെയിം ഓഫ് ദി കസ്റ്റമർ ഉണ്ട്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആദ്യം 15th April കേരള മാർട്ടിന് 5 ചെയേഴ്സാണ് നമ്മൾ വിൽക്കുന്നത് 60 രൂപ തോതിൽ. അപ്പം 5 × 60 എന്ന് പറഞ്ഞാൽ ₹300. വളരെ ക്ലിയർ ആണ്. ദെൻ 15th April 16th കൊല്ലം അല്ലേ ഫർണിച്ചർ മാർട്ടിനാണ് 15 ബെഞ്ചസ് ആണ്, അത് 160 രൂപ തോതിൽ 2400. 10 ഷെൽഫ്സ് 110 ഈച്ച് 1100 രൂപ 1100. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു 3500. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ 17ാം തീയതി ന്യൂ ഫർണിച്ചർ മാർട്ട് 17ാം തീയതി ന്യൂ ഫർണിച്ചർ മാർട്ടുമായി ബന്ധപ്പെടുത്തിയും കൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ എല്ലാം തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നോക്കാം, നേരത്തെ ചെയ്തത് ഓരോന്നായിട്ട് നോക്കാം. ന്യൂ ഫർണിച്ചർ മാർട്ട്, ദെൻ 10 അൾമറാസ് ആണ്. 10 അൾമറ പിന്നെ ഫർണിച്ചറാണ്. നമ്മൾ ആ രീതിയിലുള്ള അലമാര എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ 1000 രൂപ 10 എണ്ണം 10 അൾമറാസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹1000 ആണ് അല്ലേ. അപ്പം 10,000 rupees ഉണ്ടാവും. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് 10%. അപ്പോൾ 10% ട്രേഡ് ഡിസ്കൗണ്ട് തന്നതുകൊണ്ട് ഈ 10,000ൻ്റെ 10% നമുക്ക് എളുപ്പത്തിൽ കാണാവുന്നതാണ് 1000 ആണ്. 10,000 × 10/100. അപ്പോൾ 1000 നമുക്ക് കിട്ടും. അപ്പോൾ ഈ 10,000ൽ നിന്നും 1000 മൈനസ് ചെയ്താൽ ബാക്കി 9,000 ആണ്. ഇനി അതിൻ്റെ താഴെ ബാക്കിയുള്ള അല്ലേ ഷൂ റാക്ക് 50 എണ്ണം ഉണ്ട്, 150 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പോൾ 7500. 25 ചെയേഴ്സ് ഉണ്ട്, ഒരെണ്ണത്തിന് 200 രൂപയാണ്. അതിൽ അപ്പോൾ ടോട്ടൽ 5000. 10 ടേബിൾ ഉണ്ട്, ഒരെണ്ണത്തിന് 400 രൂപയേ ഉള്ളൂ. അപ്പോൾ 4000. ഇനി നമ്മൾ ഈ എമൗണ്ടുകളെല്ലാം ടോട്ടൽ ചെയ്ത് നമുക്ക് ഇവിടെ ഔട്ടർ കോളത്തിലേക്ക് എഴുതാവുന്നതാണ്. ഇവിടെ 10,000ൽ നിന്നും 1000 മൈനസ് ചെയ്തിട്ടുണ്ട്, ബാക്കി 9,000 ഉണ്ട്, 7,500 ഉണ്ട്, ദെൻ 5,000 ഉണ്ട്, 4,000 ഉണ്ട്. എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതിയിട്ടുണ്ട് 25,500. അപ്പോൾ 25,500 പ്ലസ് 3,500 പ്ലസ് 300 ടോട്ടൽ
29,300. അപ്പം ഇനി ഇതിനെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് സെയിൽസ് റിട്ടേൺസ് ബുക്കിലേക്ക് വേണമെങ്കിൽ ഒരു ഐറ്റം പറയാവുന്നതാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ സോൾഡ് 5 ചെയേഴ്സ്, കേരള മാർട്ടിന് 5 വിറ്റതിൽ 2 എന്താണ് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ 2 എഴുതിയിട്ട് ആ 2 എത്ര രൂപയാണെന്ന് കാണിച്ചുകൊണ്ട് കേരള മാർട്ടിൽ നിന്ന് നമുക്ക് സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ എഴുതിയിട്ട് ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ തന്നെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സെയിൽസ് ഡേ ബുക്കാണ് അവസാനമായിട്ട് പറഞ്ഞത്. അപ്പോൾ കേരള മാർട്ടിന് വിറ്റ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി 300, 3,500, 25,500 എല്ലാം കൂടെ കൂട്ടി 29,300 ആണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.